നമസ്കാരം. മണ്ണന്തല മുക്കോല ഷഹീനയുടെ കൊലപാതക കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം ലഭിക്കാത്തത് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ മുജീബിന്റെയും ശ്യാംലാലിന്റെയും കൃത്യമായ ഇടപെടലിനെ തുടർന്ന്. മദ്യലഹരിയിലായിരുന്ന പ്രതികളെ സ്റ്റേഷനിൽ ഹാജരാക്കിയത് കേസിൽ നിർണായകമായി. വിവരമറിഞ്ഞ് ഹോം സ്റ്റേയിലെത്തിയ ഉദ്യോഗസ്ഥർ സാഹചര്യം മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിച്ചു. മദ്യലഹരിയിലായിരുന്നു ഷഹീനയുടെ സഹോദരൻ ഷംഷാദിനും സുഹൃത്ത് വിശാഖും രക്ഷപ്പെടാനുള്ള സാഹചര്യം മുന്നിൽ കണ്ട് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചു. ഉദ്യോഗസ്ഥർ പ്രതികളെ കൃത്യമായി നിരീക്ഷിച്ചു. മാതാപിതാക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ 108 ആംബുലൻസാണ് മണ്ണന്തല പോലീസിനെ വിവരമറിയിക്കുന്നത്. ബൈക്ക് പട്രോളുകാരാണ് അവിടെ ആദ്യം എത്തുന്നത്. സ്റ്റേഷനിൽ നിന്നും ബൈക്ക് പെട്രോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മുജീബിനും ശ്യാംലാലിനും വിവരം കൈമാറുകയായിരുന്നു. ഉദ്യോഗസ്ഥർ ഹോം സ്റ്റേയിലെത്തിയപ്പോൾ ഷഹീന ബോധരഹിതയായിരുന്നു. ആംബുലൻസിൽ ഷഹീനയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. മുറിയിലുണ്ടായിരുന്ന ഷംഷാദിനെയും സുഹൃത്ത് വിശാഖിന്റെയും പെരുമാറ്റം ഉദ്യോഗസ്ഥർക്ക് സംശയമായി. എന്നാൽ മദ്യലഹരിയിലായിരുന്ന പ്രതികളെ പോലീസ് രക്ഷപ്പെടാൻ അനുവദിച്ചില്ല. പോലീസിനെ വിവരം അറിയിച്ച കാര്യം പ്രതികൾ അറിഞ്ഞിരുന്നില്ല. കൺട്രോൾ റൂം വാഹനം എത്തുന്നതുവരെ പ്രതികളെ തടഞ്ഞുവെക്കാൻ ഉദ്യോഗസ്ഥർക്കായി. കൺട്രോൾ റൂം വാഹനത്തിലാണ് പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ചത്. ശേഷം മെഡിക്കൽ എടുക്കാനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രാഥമിക ഘട്ടത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു കേസിൽ. ഷഹീനയുടെ സഹോദരനായ ഷംഷാദിന്റെ ദന്തചികിത്സയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇവർ മുക്കോലയിലെ ഹോം സ്റ്റേയിൽ താമസിച്ചിരുന്നതെന്നാണ് ആദ്യം പുറത്തു വന്നിരുന്ന വിവരം. എന്നാൽ അന്വേഷണത്തിൽ അടിപിടി കേസുമായി ബന്ധപ്പെട്ട് ഷംഷാദ് ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഈ 14-നാണ് മണ്ണന്തലയിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത്. 6 മാസമായി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് ഷഹീന. സഹോദരിയെ റൂമിലെത്തിച്ചത് ചികിത്സയ്ക്ക് വേണ്ടിയെന്ന് കള്ളക്കഥ മെനയാനെന്നും പോലീസ് പറഞ്ഞു. ഷംഷാദിനെതിരെ മറ്റ് അടിപിടി കേസുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു. ഷഹീനയും ഷംഷാദും തമ്മിൽ വഴക്കുണ്ടായത് രാവിലെയാണെന്നും സുഹൃത്ത് വിശാഖ് അപ്പാർട്ട്മെന്റിലെത്തിയത് ഉച്ചയ്ക്കാണെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണസമയം വ്യക്തമാകാൻ സാധിക്കും. ഷഹീനയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഷംഷാദ് അനുവദിച്ചില്ല. മദ്യലഹരിയിലായിരുന്നു. ഷംഷാദിനെ പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയതും ഷഹീനയെ ആശുപത്രിയിലേക്ക് മാറ്റിയതും. അതേസമയം ഷഹീനയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഷംഷാദ് തന്റെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വിശാഖിന്റെ മൊഴി. ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇരുവരും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് തുടക്കത്തിൽ പോലീസിന് നൽകിയത്. ഷഹീനയ്ക്ക് ചികിത്സ നൽകുന്നതിനാൽ ഈ മാസം 24-ാം തീയതി വരെ ഫ്ളാറ്റിൽ താമസമുണ്ടാകുമെന്ന് ഷംഷാദ് അറിയിച്ചിരുന്നുവെന്ന് ഫ്ളാറ്റ് ഉടമ പോലീസിന് മൊഴി നൽകി. ഇന്നലെ വൈകിട്ട് 5:30ഓടെയാണ് മണ്ണന്തലയിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ ഷഹീനയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഷഹീനയെ സഹോദരൻ ഷംഷാദ് മർദ്ദിച്ചിരുന്നതായി വിശാഖ് പോലീസിന് മൊഴി നൽകിയെന്നാണ് സൂചന.